പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷൗക്കത്ത് എഴുതിയ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട് എന്നൊരു പുസ്തകമാണ്. ഏകദേശം 192 പേജാണ് ഈ പുസ്തകത്തിലുള്ളത്. 45 അധ്യായങ്ങളായിട്ട് പരന്നു കിടക്കുന്നു. 192 പേജ്. നമ്മൾ കുട്ടികളുമായി ഇടപഴകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വളരെ സിമ്പിളായിരിക്കും, എളുപ്പമായിരിക്കും, പക്ഷേ അത് പ്രവർത്തികമാക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കുമെന്ന് അദ്ദേഹം ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വിശ്വാസി എന്ന നിലയിലും അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന നിലയിലും നമ്മൾക്ക് ഇതിലെ ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഒരു 70-80% കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നല്ലൊരു വ്യക്തിത്വമുള്ള മക്കളാക്കി മാറ്റാൻ സാധിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ വിദ്യാർത്ഥികളുമായി മക്കളുമായി, ചെറിയ കുട്ടികളുമായി ഇടപഴകേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഒരിക്കലും വിദ്യാർത്ഥികളോട് ഇടപഴകുന്ന സമയത്ത് യുക്തിപൂർവ്വം ഇടപഴകരുത്. ഹൃദയപൂർവ്വമായിരിക്കണം മക്കളോട് ഇടപഴകേണ്ടത്. ഒരു കാര്യം കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ യുക്തി നോക്കിയിട്ട്, അവിടെ ശരി തെറ്റുകൾ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറം അവിടെ സ്നേഹത്തോടെ കുട്ടികളെ എങ്ങനെ പെരുമാറാം, എങ്ങനെ കുട്ടിക്ക് അവിടെ നല്ല രീതിയിൽ നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറാം എന്ന രീതിയിലാണ് പെരുമാറേണ്ടത്. അതായത് യുക്തിപൂർവ്വം പെരുമാറിയാൽ ഒരിക്കലും, ചില സാഹചര്യങ്ങൾ അങ്ങനെയല്ല, അവിടെ യുക്തിക്കല്ല പ്രാധാന്യം, അവിടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, കുട്ടികളെ നമ്മൾ കുട്ടികളായി കാണുന്നതിന് പകരം വ്യക്തികളായിട്ട് കാണാം. നമ്മൾ ഈ വയനാട് WMOൻ്റെ ഇതുണ്ടല്ലോ, റെസ്പെക്ട് ദ സ്റ്റുഡൻറ്റ് ആസ് എ പേഴ്സൺ, അതായത് വിദ്യാർത്ഥികൾ നമ്മളൊരു വ്യക്തിയായിട്ട് കാണാം. ആ ഒരു തത്വമാണ് ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ 45 അധ്യായങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് കുട്ടിയുടെ വളർച്ച കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഓരോ കുട്ടികളെ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അവർ ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് അവർക്കതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ടതുണ്ടോ, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു 15 വയസ്സ് കാലം വരെ അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട പ്രായം എങ്ങനെയാണ്, ഏത് രീതിയിലേക്കാണ്, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾ അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവർ ചോദിക്കുന്നതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടതുണ്ടോ, അതോ പിടിച്ചു വെച്ച് കൊടുക്കുകയാണോ, അതോ സിറ്റുവേഷൻ മനസ്സിലാക്കി കൊടുക്കുകയാണോ, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ആ ഫലം, അതിൻ്റെ ബുദ്ധിമുട്ട് അവരെ മനസ്സിലാക്കേണ്ടതുണ്ടോ, ഇങ്ങനെ എന്നിത്യാദി ഒരുപാട് കാര്യങ്ങൾ 45ഓളം ഇതിൽ അധ്യായങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കുട്ടികളോട് പെരുമാറുകയാണെങ്കിൽ നമ്മളെ മക്കളെ നല്ലൊരു വ്യക്തിത്വമുള്ള മക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.